ഇല്ല. നീതിയില്ലാത്തതിന്റെ കാരണം നിയമമില്ലാഞ്ഞിട്ടല്ല, ആത്മാവില്ലാഞ്ഞിട്ടാണ് നീതിയില്ലാത്തത്. നിയമം ഉണ്ടെങ്കിൽ നീതി ഉണ്ടാകുന്ന നിർബന്ധമില്ല. നിയമം എപ്പോഴും ഉണ്ട്. ദ ബുക്ക് ഈസ് ദെയർ, ദ ലോ ഈസ് ദെയർ, ദാറ്റ് ഈസ് ദെയർ. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാകുന്നില്ല? നീതി ഉണ്ടാകുന്നില്ല. ന്യായപ്രമാണം കൊണ്ട് മാത്രം നീതി ഉണ്ടാകത്തില്ല. നീതി ഉണ്ടാകണമെങ്കിൽ ആത്മാവ് വേണം. ന്യായപ്രമാണം ഇരിപ്പുണ്ട്, പക്ഷേ ഇപ്പൊ പൗലോസ് പറയുന്നത് പോലെ ന്യായപ്രമാണം ആത്മീയം തന്നെ, പക്ഷെ ജ്ഞാനോ ജഡമായ പാപത്തിന് ദാസനായി വിധിക്കപ്പെട്ടവൻ തന്നെ. എവിടെ നീതി ഉണ്ടാകും? നീതി ഉണ്ടാകണമെങ്കിൽ we have to obey the commandments of the Lord. We have to follow the law, or we have to do what all things that are commanded in the law of God. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ചാൽ പോലെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം കൂടെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് ഇത് തന്നെ നമ്മളങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ബുക്കില്ലാഞ്ഞിട്ടല്ല നീതിയില്ലാത്തത് ബിക്കോസ് ഇത് അനുസരിക്കാൻ കഴിവില്ലാത്ത സമയത്ത് നമുക്ക് God said, you will obey my commandments if you are filled with the Holy Spirit. പരിശുദ്ധാത്മ, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. എന്റെ ആത്മാവ് വന്ന് എന്ത് ചെയ്യും? നിങ്ങളെ ശക്തീകരിക്കും. എന്തിന്? നിയമം അനുസരിക്കാനായിട്ട്. അങ്ങനെയാണ് നീതി ഉണ്ടാകുന്നത്. നിയമമില്ലാഞ്ഞിട്ടല്ല, ആത്മാവില്ലാഞ്ഞിട്ടാണ് നീതി ഉണ്ടാകുന്നത്. നീതി വാഴുമ്പോൾ സമാധാനം ഉണ്ടാകും. പക്ഷെ ഇതിനെല്ലാം ആവശ്യമായിരിക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് ദ സ്പിരിറ്റ്. രണ്ടാമത്, ദ റിസൾട്ട് ഓഫ് റൈച്ചസ്നെസ് ഈസ് ക്വയറ്റ്നെസ് ആൻഡ് ട്രസ്റ്റ് ഫോർ എവർ. ദ റിസൾട്ട്, first of all, the effect of righteousness is peace, and the result is quietness, ശാന്തത. അല്ലെങ്കിൽ യാതൊന്നിനെ കുറിച്ചും ഭീതിയില്ലാത്തൊരവസ്ഥ. കാരണം എന്നറിയാമോ? when you are filled with the Holy Spirit, then certainly you don't worry about anything, because you are leaning to the breast of Jesus. ഇവിടെ 131 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ Psalms 131, just read it. അതിന്റെ 2-ാം വാക്യം. See, at my mother's breast, I just go and, I find rest. ഞാൻ അവിടെ പോയി എന്ത് ചെയ്യുന്നു? എന്റെ അമ്മയുടെ അടുത്ത് മുലകുടി മാറിയ പൈതൽ എന്നതുപോലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഈ ഫീഡ് ചെയ്യുന്ന പിള്ളേരുടെ ഒരു പ്രത്യേകതയുണ്ട്. വെൻ യു ഫീഡ് ദ ചൈൽഡ്, ആഫ്റ്റർ സം ടൈം വാട്ട് ഹാപ്പൻസ്? ഇറ്റ് സ്ലീപ്സ്. പീസ്ഫുൾ ആണ്. ഇറ്റ് ഡസന്റ് തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്. ബിക്കോസ് she knows, the child knows that she is with her mother and comfortable and all kind of peace, ശാന്തത ഇല്ലേ? and trust forever, ശാശ്വത വിശ്രാമം, trust, and we are trusting God forever. I'm not explaining it. Finally, നീതി, സമാധാനം, ശാന്തി, ആശ്രയം, ഇതൊന്നും നമ്മൾ നേടിയെടുക്കുന്നതല്ല എന്ന് നമ്മൾ ആലോചിക്കണം. ഇതൊന്നും നമ്മൾ നേടിയെടുക്കുന്നതല്ല. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമുക്ക് ആത്മാവ് നൽകുന്നതാണ്. സ്വയാശ്രയക്കാരന് ഇതൊന്നും ലഭിക്കുന്നില്ല. സ്വയാശ്രയക്കാരന്, if I depend upon myself, I'm not going to get any of these things. നീതി, സമാധാനം, ശാന്തി, ആശ്രയം, ഇതെല്ലാം സ്പിരിറ്റ് വരുന്നതാണ്. ഹോളി സ്പിരിറ്റ് വരുന്നതാണ്. ഈ ആത്മാവിനെ തരാനാണ് യേശു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അവിടെ വായിക്കുകയാണ് ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനത്തിൽ നിന്നുണ്ട്. വായിക്കാം, ആ ഭാഗം ഒന്ന് വായിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രേ അവൻ പറഞ്ഞത്. കർത്താവ്, ഐ വിൽ ടേക്ക് ഇറ്റ് ലൈറ്റ്, ഭാഗം നമുക്ക് പിന്നീട് എടുക്കാം. ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ. എന്തിനു വേണ്ടി ദാഹിക്കുന്നവൻ? വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നതിനെ കുറിച്ചല്ല, ജീവിക്കാൻ. കാര്യം ഇതെന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ, എന്തിനുള്ള ദാഹമാണ്? ജീവിക്കാനുള്ള ദാഹം. 3-ാം വാക്യത്തില്, നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ, ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ശാശ്വത നിയമം ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ദാഹിക്കുന്നവരെ, ധൈര്യമില്ലാത്തവരെ, പൈസ ഇല്ലാത്തവരെ, കഷ്ടം അനുഭവിക്കുന്നവരെ, ദുരിതം അനുഭവിക്കുന്നവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. ആത്മാവ് നമുക്ക് നൽകുന്നതെന്നറിയാമോ? ഇറ്റ് ഈസ് ലൈഫ്. ആത്മാവ് നമുക്ക് തരുന്നതെന്നറിയാമോ? ജീവനാ. ജീവൻ, മറ്റൊന്നുമല്ല. നമ്മളുടെ വിൽ പവർ, നമ്മളുടെ ന്യായപ്രമാണം വാസ്തവത്തിൽ നമുക്ക് മരണഹേതുവായിട്ട് ഭവിച്ചെന്നാണ് പൗലോസ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണം അനുസരിക്കാൻ നമുക്ക് കഴിവില്ലാതിരുന്ന സ്ഥാനത്ത് ന്യായപ്രമാണം ഉള്ളത്തോളം കാലം അനുസരിച്ചാലേ പറ്റുള്ളൂ. അതനുസരിക്കാൻ നമുക്ക് എന്തില്ല?
ശക്തിയില്ല. പക്ഷെ അതനുസരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നോ, അനുസരിച്ചില്ലെങ്കിൽ എന്താണുള്ളത്? മരണമാണ്. നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് ചിന്തിക്കും അത് കുഴപ്പമില്ല നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ അങ്ങനല്ല. ന്യായപ്രമാണം അനുസരിക്കാൻ കഴിവില്ലാത്ത ജനത്തോട് കർത്താവ് പറയാണ്, എന്റെ അടുക്കൽ വാ, എന്റെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്യ്? ഈ വെള്ളം നിങ്ങൾ കുടിക്ക്. എന്താ വെള്ളം? എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറയുന്നത് അറിയാമോ? തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രയാണത് പറഞ്ഞത്. ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരുവിൻ, എല്ലാവരും ദ്രവ്യമില്ലാത്തവരുമേ വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങിക്കൊടുക്കുവിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജഡപ്രകാരം നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച് സാധിക്കാഞ്ഞതിന്, if you try to live a life that is written in the Bible, or obeying all the commandments with if you are trying to do that with your willpower, you are going to be a failure, no doubt. നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും, അത് ശരിയാണ്. പക്ഷെ ആ നീതിയോടെ വാഴുന്ന രാജാവിന്റെ രാജ്യത്തിൽ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാനുള്ള ശക്തിയില്ലാത്ത, കഴിവില്ലാത്ത ഫീബിൾ ബീയിങ്സ് ആണ് നമ്മൾ. ഫീബിൾ ബീയിങ്സ്. ആർക്കത് ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? when we are filled with the Holy Spirit. ആത്മാവ് നമ്മളെ ജീവനുള്ളതാക്കി തീർക്കണം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം. എപ്പോഴും നമ്മുടെ സമയം വളരെ പരിമിതമായിട്ട് പോകുന്നത് കൊണ്ട് പല സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാനോ ദൈവസന്നിധിയിൽ വേണ്ടത്ര സമർപ്പണത്തിന് വേണ്ടി സമയമെടുക്കാനോ കഴിയുന്നില്ല. അത് പക്ഷെ നിങ്ങൾ ഇവിടെ വെച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും I want to see that you are going to your house and praying and asking God to fill you with the Holy Spirit so that you can live a life that is worthy for the kingdom of God. ദൈവരാജ്യത്തിന് യോജിക്കുന്ന ഒരു ജീവിതം ജീവിക്കേണ്ടതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടതിന് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയാം, കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ എന്റെ മേൽ നീ പകരണമേ. കർത്താവേ, നീതിയോടെ രാജാവ് വസിക്കുന്നത് എനിക്കറിയാം. ആൻഡ് യു ആർ ദ കിങ് ആൻഡ് ഐ ഫെയ്ത്ത് ഡു വാട്ട് ഓൾ തിങ്സ് യു ഹാവ് കമാൻഡഡ്. And Lord, I really want to see that Jesus, you are giving me a willing spirit. കർത്താവേ, എന്റെ ജനനം മുതൽ തന്നെ പ്രശ്നങ്ങളാണ് കർത്താവേ. I know that I am a person with Adamic nature. കർത്താവേ, നിന്റെ പുതുജനനത്തിന്റെ ആ ആത്മാവിനാൽ കർത്താവേ എന്നിൽ വ്യാപരിക്കുന്ന പുതിയ ജീവൻ കൊണ്ട് എന്നെ നീ നിറയ്ക്കുകയും കർത്താവേ എന്റെ ആത്മാവിനെ സ്പർശിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വീണ്ടും ജനനത്തിന്റെ ആ ശക്തി കർത്താവേ ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അതിനെല്ലാം മാറ്റിവെച്ചിട്ട് പല സമയത്തും എന്റെ വിൽ പവർ ഉപയോഗിച്ച് ഞാനിത് ചെയ്യുമെന്നൊക്കെ ഞാൻ പല പ്രാവശ്യം തീരുമാനമെടുത്ത് പരാജയപ്പെട്ടു പോയി. I had many ups and downs. എപ്പോഴും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ട് ഇന്നുകൊണ്ട് കർത്താവേ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവേ. ഓ ഹല്ലേലൂയ. പൂർണ്ണമായിട്ടും ഗ്രാഫ് നേരെ തന്നെ ഉയരത്തിലേക്ക് പോകുന്ന കർത്താവേ, ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് പോകുന്നതല്ല കർത്താവേ. നിന്നെ അനുസരിക്കുന്ന ഒരു വലിയ അനുഭവം എനിക്ക് ആവശ്യമുണ്ട് കർത്താവേ. എന്റെ തെറ്റുകളെ ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ. എനിക്കൊരു പുതുജനനം നീ തന്നിരിക്കുന്നതോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്നാൽ കർത്താവേ, അതോടൊപ്പം തന്നെ കർത്താവേ, എന്റെ അന്തർഭാഗത്തിൽ എന്റെ ആത്മാവിൽ കപടമില്ലാതിരിക്കുവാൻ നീ എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ഹൃദയത്തെ നീ ഒന്ന് ക്ലീൻ ചെയ്യണം കർത്താവേ. എന്റെ മനസ്സിനെ നീ ഒരു വില്ലുള്ള കർത്താവേ, ഞാൻ എന്റെ വിൽ പവറിനെ ശക്തീകരിക്കുകയല്ല, എന്റെ വില്ലൂടെ ഞാൻ നിനക്ക് തരുന്ന നിലയിൽ കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ആൻഡ് ഐ ഗിവ് ഇറ്റ് ടു യു ഓ ലോർഡ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമത്രേ തിരുവുള്ളവാൻ ഉണ്ടായിട്ട് ചെയ്യുന്നതെന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു ആഴമുള്ള ആത്മീയ അനുഭവത്തെ ഇന്ന് രാത്രിയിൽ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കർത്താവേ, ആ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം എങ്ങനെയായിരുന്നു ജീവിതം എന്നുള്ളത് എനിക്ക് വിഷയമല്ല കർത്താവേ. കാട്ടുകഴുതകൾ മേഞ്ഞു നടന്ന സ്ഥലത്ത് ഇന്ന് ഉദ്യാനം ഉണ്ടാകുവാൻ കർത്താവ് നിന്റെ ആത്മാവിന് കഴിയുമെന്ന് എനിക്കറിയാം കർത്താവേ. എന്റെ ജീവിതം പലപ്പോഴും കാട്ടുകഴുതകൾ മേഞ്ഞു നടക്കുന്ന സ്ഥലമാണ്. എന്നാൽ കർത്താവേ, ആ ഉയരത്തിൽ നിന്ന് നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, എന്റെ ജീവിതത്തില് ഒരു വലിയ ഉദ്യാനം, അത് വനമായി തീരുന്ന അവസ്ഥ തന്നെയല്ല കർത്താവേ, നീതിയും സമാധാനവും വസിക്കുന്ന ഒരവസ്ഥ ഇന്ന് രാത്രി എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അത് നിലനിൽക്കുവാൻ കൊണ്ട് നീ എനിക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഒരു വാഷിങ് കർത്താവേ, എന്നെ പൂർണ്ണമായിട്ടും എന്റെ പാപങ്ങളെ എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കർത്താവേ, ഹല്ലേലൂയ, ഞാൻ നിലനിൽക്കുന്ന ഒരവസ്ഥയില് കർത്താവേ, ഞാൻ പേടിക്കാത്ത ഒരു സ്റ്റേജില്, ഞാൻ ജഡത്തിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ തകർന്നു പോകുന്നു. എന്നാൽ കർത്താവേ, യഹോവയെ തന്നെ ആശ്രയമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പേടിക്കയില്ല, ഞാൻ ആൻഷ്യസ് ആയിരിക്കത്തില്ല, ഞാൻ വറി ചെയ്യത്തില്ല.